ചാലക്കുടി ഗവൺമെന്റ് ITI തിരഞ്ഞെടുപ്പിനെ തുടർന്ന് പോലീസ് ജീപ്പിന് മുകളിൽ കയറി പോലീസിനെ വെല്ലുവിളിച്ച DYFI നേതാവ് നിതിൻ പുല്ലനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒല്ലൂരിലെ സുഹൃത്തിന്റെ വീട്ടിൽ വെച്ചാണ് ഇയാളെ പിടികൂടിയത്. ഇവിടെ ഒളിവിൽ കഴിയുകയായിരുന്നു. ഭാവിയിലെ വിദ്യാഭ്യാസ മന്ത്രി എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇയാൾക്കെതിരെ കമന്റ് വരുന്നത്. നിയമസഭയല്ലെങ്കിലും പൊതുനിരത്തിൽ പോലീസ് ജീപ്പിന്റെ ബോണറ്റിലിരുന്ന് വെല്ലുവിളിക്കാനും ജീപ്പ് അടിച്ചുപൊളിക്കാനും നേതൃത്വം കൊടുത്ത നിതിൻ ഏതായാലും ഭാവിയുടെ വാഗ്ദാനം തന്നെ. ചാലക്കുടി ITI തെരഞ്ഞെടുപ്പ് കഴിഞ്ഞയുടൻ നിതിൻ പുല്ലന്റെ നേതൃത്വത്തിലാണ് DYFI SFI പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തിയത്. SIM അഫ്സലും ASIയും അടക്കം 5 പോലീസുകാർ സഞ്ചരിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ജീപ്പിന് മുകളിലേക്ക് നിതിനും സംഘവും ഇരച്ചു കയറുകയായിരുന്നു. ബോണറ്റിന് മുകളിൽ കയറി നിന്ന് ആനു ചവിട്ടി ജീപ്പിന്റെ ചില്ലു തകർത്തു. ചില്ല് റോഡിലേക്ക് വിതറി. SI ഉൾപ്പെടെയുള്ള കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ തെറിവിളിച്ചു. പിന്നാലെ കൂടുതൽ പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തപ്പോഴാണ് CPM ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പോലീസ് ജീപ്പ് തടഞ്ഞു നിർത്തി നിതിനെ രക്ഷിച്ച് ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടുപോയത്.